കുറച്ച് ദിവസത്തിന് ശേഷം പുതിയൊരു വ്ളോഗാണിത്. കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മണാലിയിലുണ്ട്. മണാലിയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് നേരെ ജിബി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ അവിടെ എത്തിയത്. ഇവിടുന്ന് രാത്രിയായി വന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഈ കഫേയിലാണ് ഞാൻ ഇന്നലെ സ്റ്റേ അടിച്ചത്. ഇതാണ് ഈ കഫേ. ഈ കഫേയിലായിരുന്നു ഇന്നലെ ഫുഡ് കഴിച്ചത്. എന്താ ഈ പോകുന്ന ആളാണ് നമുക്ക് ഇന്നലെ എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തെന്ന് രണ്ടടിക്കാനും നല്ലതും. ഇതാ ഇവിടെ രണ്ടടിച്ച് ഇന്നലെ. ഈ കഫേ തന്നെ ഫുഡും ഉണ്ട്, അതേപോലെ മേലെ സ്റ്റേയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. ഇതൊക്കെ മുന്നേ വന്ന കുറേ പേരുടെ ഓരോ ലിപികളാണ് എന്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് ടെൻറ്റ് ഇവിടെ അടിച്ച്. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയ ഒരു റിവർ, അവിടെ നമുക്ക് പോവാം. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയ റിവറുണ്ട് ഇതിൻ്റെ താഴെ. ഇതിൻ്റെ മേലക്ക് മൊത്തം ഹോം സ്റ്റേ ആണ്. നീച്ച് घूम सकते हैं? ठीक है. ഞാനാണ് ഇന്നലെ എല്ലാ ഹെൽപ്പും ചെയ്തെന്ന്. ഇവിടുന്ന് ഹായ് ഫുൾ എല്ലാ ഹെൽപ്പും ചെയ്തെന്ന് ഇയാളായിരുന്നു. ഇന്നലെ രാത്രി വന്നിട്ട് വീടെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ ടെൻ്റ് അടിച്ച്. ഫോണിൽ ചാർജും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ബാഗ് എടുത്ത് ഞാൻ ഫുള്ള് മേലെ വെച്ച്. ഇനി ഇവിടുന്ന് താഴേക്കുള്ള വഴി കാണിച്ചതാണ്. ഇതിലെങ്ങനെ പോയി വേണേ എവിടെയും ടെൻ്റ് അടിക്കായിരുന്നു അവർ പറഞ്ഞു. പക്ഷെ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇന്നിങ്ങനെ പോയി ഇതേ കാണുന്ന ചെറിയൊരു ഈ പോയാണ് മേലെന്ന് വരുന്നത്. ഈ പോയന്നാണ് തൃത്തൻ വാലി പറഞ്ഞ ഒരു വാലി ഉണ്ട്. അങ്ങോട്ട് പോകുന്നതും ഇത് തന്നെയാണ്. ഇത് കുറച്ച് ഡേഞ്ചറാണല്ലോ. സ്റ്റെപ്പ് ഇറങ്ങാൻ ഡയറക്റ്റ് നേരെയാണ്, താഴേക്കാണ് സ്റ്റെപ്പ് വരുന്നത്. എന്തായാലും ഇതൊരു വന്നിട്ട് താഴേക്ക് ഇറങ്ങാക്കുണ്ടല്ലോ, ഇതുവരെ ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം. മേലെന്ന് വരുന്ന വെള്ളമാണിത്. എന്തായാലും തിരിച്ചു പോവാം. തിരിച്ച് പോയിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് ടെൻറ്റ് പാക്ക് ചെയ്തിട്ട് നേരെ അടുത്ത സ്ഥലം പിടിക്കണം. ജിബിനെ പറ്റി ആദ്യം കേട്ട ടൈമിൽ അത്യാവശ്യം ഒരു ഇഡൻ വില്ലേജ് ആയിരുന്നു. പക്ഷെ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റാണ്. റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക്. ഫൈനലി ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് ഇനി ഇത് ബാഗിൽ വെക്കണം. ബാഗ് ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഡ്രസ്സെല്ലാം പുറത്തിട്ട് കാണാം ഇതതിൻ്റെ ഉള്ളിൽ കയറ്റാൻ. അങ്ങനെ ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് നേരെ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു വാട്ടർഫാൾ പിടിക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ധോളി ഗസ്റ്റ് ഹൗസ്. കുറേ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ക്രൗഡായി തുടങ്ങിയാണ് ഇവിടെ, സീസൺ ആയതുകൊണ്ട്. ഇതൊരു ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയതോ. कितने का दीदी? ये 50 75 मतलब 75. ഓക്കെ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇവർ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 25 രൂപ. യു ഫ്രം? ഓക്കെ. ഇത് ഷൂ ആണ് ഇവിടുത്തെ. നേരത്തെ ഇതിന്റെ മമ്മി BP के लिए. ओके. ये कितने का? 250. 250 रुपया. ഹാൻഡ് മെയ്ഡ് ആണ്. വേറെ മമ്മി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ഇതാണ് ജിബി ടൗൺ.
ഇവിടുന്ന് റോങ്താം പാസ്ക്ക് 140 കിലോമീറ്റർ, മണാലിക്ക് 98, ബഞ്ചാർ 8, കുളു 58. ഇവിടുന്ന് ഏജിവാൻ ഹെദിവാൻ ഷൂട്ട് ചെയ്തൊരു ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ പോകാനാണ് പ്ലാന്. ഈ ഏരിയയിൽ അധികം ഫുള്ള് കഫേകൾ, പക്ഷേ ക്രൗഡഡ് ആയി തുടങ്ങിയതുകൊണ്ട് നല്ല റേറ്റും ആണ്. ഇപ്പോൾ ഡെഗർ ഫോർട്ട് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ സൈഡാക്കി. അടുത്തൊരു ധാബ ഉണ്ട്. അവിടെ താഴെ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. ട്രക്കിംഗ് പോയിൻ്റൊക്കെ ഉള്ള ഫസ്റ്റ് ഇതാണ്. അവിടെ ബസ് ഇറങ്ങി ഇവിടെ നേരെ ഈ വഴി പോകേണ്ടി വരും. ഇവിടേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഏരിയ എന്നാണ്. ഇവിടെ നേരെ ഈ പോകുന്ന വയ്ക്കാൻ വേറെ 2-3-4 ട്രക്കിംഗ് ഉണ്ട്. ഒരു ലേക്ക് ട്രക്കിംഗ് ഉണ്ട്, അതേപോലെ ഇവിടെ 360 വ്യൂ, പിന്നെ ഇവിടെ രഘുനാഥ് ഫോർട്ട് എന്ന ട്രക്കിംഗ് ഉണ്ട് ആ ഏരിയയിൽ. ഇവിടുന്ന് കുറച്ച് മേലേക്ക് നടന്ന് കയറണം. താഴേന്ന് ട്രക്ക് ചെയ്ത് നേരെ ഇവിടെ എത്തി. ഇനി മേലേക്ക് കുറച്ചുകൂടെ ഉണ്ട്. അത്യാവശ്യം വലിയ സീനില്ലാത്ത ട്രക്കാണത്. മറ്റേക്ക് വഴിയുണ്ട്, പിന്നെ കുറച്ചുള്ളൂ. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള മേലേക്ക് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ലേക്കിൻ്റെ ട്രക്കും കൂടെ ഉണ്ട്. പിന്നെ വരേണ്ടത് അവിടെയാണ്, ഇതേ കാണുന്നത്. അവിടുന്ന് നടന്ന് GB മൊത്തം അവിടെ നിന്ന് കാണും. GB വില്ലേജ് താഴേന്നാണ് ഇപ്പോൾ മേലേക്ക് ബസ്സിൽ വന്നത്. ടൂറിസ്റ്റ് അധികം കൂടുതലാണ് അവിടെ. മേലെ കയറി വന്ന് ഇവിടെ ഫുള്ള് പലതരത്തിലുള്ള പൂക്കളാണ്. പക്ഷെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വിൻഡോസിൻ്റെ ഒരു വാൾപേപ്പർ ഉണ്ടല്ലോ പഴയ, അതേപോലത്തെ വ്യൂ. ഇതിൻ്റെ മേലെത്തിയപ്പോഴത്തിന് വെള്ളം തീർന്നു. വേറെ ഫുഡൊന്നും ക്യാരി ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വ്യൂ വേറെ മൂഡാണ്. താഴേന്ന് കയറി ഇപ്പോൾ മേലെത്തി. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ടെമ്പിളുണ്ട്. ഈ ടെമ്പിളിൻ്റെ പേരെന്താ എനിക്കറിയില്ല, ബട്ട് ये शक्करपारा है। शक्कर, ये मैदा और चीनी से बनता है। केरला मैदा में पराठा बनता है, पराठा ना। पहले पराठा बनाओ, उसके बाद कट करो। अच्छा, कट करने के बाद उसको फ्राई करो। फ्राई करने के बाद इसको चाशनी में डुबो दो। ഓക്കെ, ഇവിടെ ഫ്രൈ ചെയ്യും. ഇവിടുന്ന് റാംപൂർക്കുള്ള ബസ് ഇവിടെ വരും. ഫൈനലി റാംപൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് വേണം ചിത്കുൽക്ക് അതേപോലെ സ്പിറ്റിക്കുള്ള ബസ്സൊക്കെ ഈ ഏരിയ നിന്നുണ്ടാവുക. ഇനി ഇവിടുന്ന് രാത്രി ആയി തുടങ്ങി. ഇവിടുന്ന് ബസ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തെങ്കിലും ചോദിച്ചോക്കട്ടെ. നമ്മൾ വന്ന ബസ് ഇതാ. നോർത്ത് ഇന്ത്യയിൽ വന്നാൽ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്രൈഡ് റൈസ്, പിന്നെ ചായ.